നമസ്കാരം. പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി PDP എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. അതായത് അബ്ദുൽ നാസർ മദനി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടാക്കിയ പാർട്ടിയാണ്. അതിലേക്ക് കുറെ ആളുകളൊക്കെ വന്നു. മുസ്ലിം മത പ്രീണനവും അല്ലെങ്കിൽ മത തീവ്രവാദ നയവും ആശയങ്ങളും അക്രമങ്ങളും ഒക്കെയാണ് പാർട്ടി ആദ്യം കേന്ദ്രീകരിച്ചത്. അതിലേക്ക് കുറെ ഹിന്ദുക്കളെയൊക്കെ തന്നെ കാശ് കൊടുത്ത് ശമ്പളക്കാരാക്കി വെച്ചു. അങ്ങനെ പാർട്ടി വലിയ തോതിൽ വളർന്നു പടർന്നു പന്തലിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ എവിടെ പോയി എന്നറിയില്ല. മദനി ജയിലിലായ ശേഷം പൂന്തുറ സിറാജ് എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു ഈ പാർട്ടി മുമ്പോട്ട് നയിക്കാൻ. വർക്കിംഗ് ചെയർമാൻ എന്നായിരുന്നു അയാളുടെ സ്ഥാനം. മരിച്ചുപോയായിരുന്നു. എന്തൊക്കെയായാലും PDPയെ പിന്തുണച്ചുകൊണ്ട് PDP പാവങ്ങളാണ്, അവർക്ക് യാതൊരു തരത്തിലുള്ള മതപരമായ ചിന്തയും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ MV ഗോവിന്ദൻ മാസ്റ്റർ വന്നത് നമ്മളത് വാർത്തയായി നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVയിൽ ഒരു ചർച്ച നടന്നു ഇതുമായി ബന്ധപ്പെട്ട്. ഇതിൽ DYFI നേതാവ് V വസീഫും മുസ്ലിം ലീഗ് നേതാവ് PK നവാസും BJP വക്താവ് യുവ നേതാവ് യുവരാജ് ഗോകുലും പങ്കെടുത്തിരുന്നു. സ്മൃതി പരുത്തിക്കാട് എന്ന മാധ്യമ പ്രവർത്തകയായിരുന്നു ഇതിന്റെ ആങ്കർ. അപ്പം ഈ PDPയെ കുറിച്ച് യുവരാജ് ഗോകുൽ കുറെ കാര്യങ്ങൾ പറയുന്നു. അതായത് PDPയുടെ ചരിത്രവും PDPയുടെ വർഗീയ നിലപാടുകളും PDP എടുത്ത നിലപാടുകളും PDPയുടെ നെറികെട്ട രാഷ്ട്രീയ സംവാദങ്ങളും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യുവരാജ് ഗോകുൽ കത്തിക്കയറിയപ്പോൾ അതിന് മറുപടി പറഞ്ഞത് അല്ലെങ്കിൽ അതിന് അസഹിഷ്ണുത കാണിച്ചത് PK നവാസാണ്. കാരണം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയത് V വസീഫിനോടാണ്. DYFI നേതാവ് V വസീഫിനോട് ഉത്തരം നൽകിയപ്പോൾ PK നവാസനാണ് അത് കൊണ്ടത്. PK നവാസാണ് മറുപടി പറയുന്നത്. എന്താണ് മുസ്ലിം ലീഗും PDPയും തമ്മിൽ എന്താണ് ബന്ധം? ഇപ്പോഴും ഇവർ നേരത്തെ PDPയെ തള്ളി പറഞ്ഞിരുന്നു, ഒപ്പം ചേർത്തിരുന്നു, അങ്ങനെ പല രാഷ്ട്രീയ സർക്കസുകളും ഒക്കെ കാണിച്ചിരുന്നു. എന്തായാലും ഈ ഒരു ചർച്ച ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. അതായത് ഇവരെല്ലാം ഒന്നാണ്. ഇവരൊക്കെ തന്നെ ഈ പ്രീണന നയവും മതഭീകരവാദവും മതരാഷ്ട്രവാദവും ഒക്കെ ഉന്നയിച്ച് ഇവിടെ ഹൈന്ദവ ഏകീകരണത്തിനെയും അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഹിന്ദുക്കളെയും ഹിന്ദു വിശ്വാസികളെയും ഒക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് അല്ലെ അവർക്കെതിരെ തിരിയണം എന്ന ആഹ്വാനം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകളാണോ CPM-ഉം മുസ്ലിം ലീഗും ഒക്കെ തന്നെ ഈ PDPയെ പോലെ? ആ ചോദ്യമാണ് അവിടെ പ്രസക്തമാകുന്നത്. എന്തായാലും വസീഫിനോട് പറഞ്ഞതിന് മറുപടി പറഞ്ഞത് PK നവാസാണ്. അത് കലക്കി. കാരണം അതിന് കൃത്യമായി തന്നെ ചോദിക്കുകയും ചെയ്തു യുവരാജ് ഗോകുൽ. നമുക്ക് ആ ചർച്ചയുടെ പ്രസക്തമായ ഭാഗങ്ങളൊന്നും കാണാം. ഈ അബ്ദുൽ നാസർ മദനിക്ക് എതിരായിട്ടുള്ള കേസസ് എന്താണ്? അദ്ദേഹത്തിന് മുഴുവൻ കേസുകളിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയോ? അദ്ദേഹത്തിന് ബാംഗ്ലൂരിലുള്ള സീരിയൽ ബ്ലാസ്റ്റ് കേസിൽ നിന്ന് അദ്ദേഹം കുറ്റവിമുക്തനായിട്ടുണ്ടോ? വസീഫെ, എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കേരള പോലീസിന്റെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ? CPM-ന്റെ നിലപാട് തന്നെയാണോ കേരള പോലീസിന്റെ നിലപാട്? അല്ലല്ല, ഞാൻ തടിയന്റെ വിട അല്ലല്ല ഞാൻ കംപ്ലീറ്റ് ആയിട്ടാ വസീഫെ. നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ച് അരമണിക്കൂർ ഞാൻ കണ്ടുകൊണ്ടിരുന്നതല്ലേ? ഈ തടിയന്റെ വിട നസീറുമായിട്ട് ഉള്ള അബ്ദുൽ നാസർ മദനിയുടെ ബന്ധങ്ങൾ ഈ 2008 സീരിയൽ ബ്ലാസ്റ്റിന് മുൻപും ശേഷവും അല്ല. ഞാൻ വസീഫിനോട് മറുപടി പറയുമ്പോൾ നവാസിന് എന്തിനാണ് ഇത്ര പൊള്ളുന്നത്? നിങ്ങൾക്ക് എന്താ മദനിയോട് നിങ്ങൾക്കും താല്പര്യമുണ്ട്? ഞങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വസീഫിനോട് മറുപടി പറയുമ്പോൾ പൊള്ളുന്നത് അപ്പുറത്തെ നവാസിനാണ് എന്ന് മാത്രമേ ഉള്ളൂ. സ്മൃതി, PDP ഈ രാജ്യത്ത് മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? PDPക്ക് പിന്നിൽ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്ന് അവരുടെ ഏതെങ്കിലും ഒരു ഐഡിയോളജിയുടെ ഏതെങ്കിലും ഒരു പിൻബലം അവർക്കുണ്ടോ? മാനസാന്തരപ്പെട്ട് ആവർത്തിച്ച് പശ്ചാത്തപിച്ച് പറഞ്ഞു എൻ്റെ പ്രസംഗങ്ങളിലെ അപകടത്തെക്കുറിച്ച് ഈ നാടിനെ ബോധ്യപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് അബ്ദുൽ നാസർ മദനി. എന്നാൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെ ഒരു തീവ്രവാദ മുഖമില്ല. അവരില്ല എന്ന് വ്യക്തമാക്കി തന്നെ അവർ പറയും. ഒരു സെക്കുലർ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണ് എന്ന് അവർ ആവർത്തിച്ച് പറയുന്നു. PDPയുടെ നേതാക്കന്മാർ ആവർത്തിച്ച് പറഞ്ഞു, ഞങ്ങൾ സെക്കുലർ പാർട്ടിയാണ്, ഞങ്ങൾക്ക് മതരാഷ്ട്രവാദമില്ല. PDP എന്തെങ്കിലും മതരാഷ്ട്രവാദത്തിന്റെ ഒരു കണിക പോലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, മതരാഷ്ട്രവാദത്തിന് വേണ്ടി അവർ സംസാരിച്ചു എന്ന് കരുതി അവരെ നമുക്ക് പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെയാ പറയണേ നവാസെ, നീ പറ. ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഞാനൊരു കാര്യം, ഇപ്പൊ ഇവർ രണ്ടുപേരും കാർഡ് ഇറക്കുന്നു എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അല്ല ഈ പറയുന്ന കാർഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാർഡ് കൃത്യമായിട്ട് കേരളത്തിലെ ടേബിളിൽ ഇറക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത് റാഡിക്കൽ ഇസ്ലാമാണ്. കാരണം PDP ഒരു വശത്തുനിന്ന് ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി വളരെ കൃത്യമായിട്ട് അപ്പുറത്ത് പോയിട്ട് UDF-ന് പിന്തുണ കൊടുക്കുന്നു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വൈറ്റ് വാഷ് അടിക്കുന്ന പരിപാടി സതീശന്റെ നേതൃത്വത്തിൽ UDF-ഉം PDP വൈറ്റ് വാഷ് അടിക്കുന്ന പരിപാടി ഇപ്പുറത്തെ CPM-ഉം വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തീവ്രവാദ സംഘടനകൾ വെളുത്ത് കിട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിക്കടി നിലപാട് മാറുന്നതിന്റെ റീസൺ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒന്ന് പറയട്ടെ പൂർത്തിയാക്കട്ടെ. ശരി, ആയിക്കോട്ടെ. അടിസ്ഥാനമൊക്കെ നമുക്ക് കണ്ടെത്താം. നമുക്ക് അവിടെ നിൽക്കട്ടെ.
ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസീഫ് ഇവിടെ പറയുന്നുണ്ടായിരുന്നു PDPയുടെ നിലപാടൊക്കെ മാറി, PDP പഴയ PDP ഒന്നുമല്ല, ഇപ്പോൾ PDP പച്ചവെള്ളം ചോദിച്ചു കുടിക്കുന്ന പാവങ്ങളുടെ പാർട്ടിയാണെന്ന്. ഒക്ടോബർ 2024 2010-ലോ 2009-ലോ ഒന്നും അല്ല കേട്ടോ, ഒക്ടോബർ 28 2024 വാർത്തയാണ്, മനോരമയുടെ വാർത്തയാണ്, മനോരമ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വാർത്തയാണ്. ദ മുസ്ലിം ലീഗ് ഈസ് സപ്പോർട്ടിംഗ് ദ കമ്മ്യൂണലിസം ഓഫ് ജമാഅത്തെ ഇസ്ലാമി ആൻഡ് PDP who are demanding the creation of an Islamic state in the country. The recent elections have proved that the ideology of these organizations has asserted the Muslim League secularism. ഈ പറഞ്ഞിരിക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ MV ഗോവിന്ദനാണ്. അദ്ദേഹം PDP, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രണ്ട് വർഗീയ പാർട്ടികൾ, മതരാഷ്ട്രം ആവശ്യപ്പെടുന്ന രണ്ട് പാർട്ടികൾ, ഈ രണ്ട് പാർട്ടികളും കൂടി മുസ്ലിം ലീഗിന് പിന്തുണ കൊടുത്തിരിക്കുന്നത് അവരുടെ ഫേക്ക് സെക്കുലാറിസത്തിനെയാണ് കാണിക്കുന്നത് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒക്ടോബർ 2024 നിന്ന് 6-7 മാസങ്ങൾ മാത്രം പിന്നിട്ട് ഒരു ജൂൺ 2025 എത്തുമ്പോഴേക്കും എത്ര പെട്ടെന്നാണ് PDP എന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ലാത്തൊരു പാർട്ടിയായിട്ട് CPM-ന് മാറി എന്നുള്ളത് വളരെ അത്ഭുതത്തോടു കൂടി മാത്രം കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും. പിന്നെ ഈ അബ്ദുൽ നാസർ മദനി ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് ഞാൻ വിശുദ്ധനായി, ഞാൻ അങ്ങനെയായി, ഞാൻ ഇങ്ങനെയായി. ഉടൻ തന്നെ എല്ലാവരും കൂടി അങ്ങ് വിശ്വസിച്ച് അദ്ദേഹത്തിന് തോളിലെടുത്ത് വെച്ചുകൊണ്ട് കിടക്കണമെന്നാണോ? ഈ അബ്ദുൽ നാസർ മദനിക്ക് എതിരായിട്ടുള്ള കേസസ് എന്താണ്? അദ്ദേഹത്തിന് മുഴുവൻ കേസുകളിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയോ? അദ്ദേഹത്തിന് ബാംഗ്ലൂരിലുള്ള സീരിയൽ ബ്ലാസ്റ്റ് കേസിൽ നിന്ന് അദ്ദേഹം കുറ്റവിമുക്തനായിട്ടുണ്ടോ വസീഫെ? എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കേരള പോലീസിന്റെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ? CPM-ന്റെ നിലപാട് തന്നെയാണോ കേരള പോലീസിന്റെ നിലപാട്? അല്ലല്ല, ഞാൻ തടിയന്റെ വിട അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വസീഫ, നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ച് അരമണിക്കൂർ ഞാൻ കണ്ടുകൊണ്ടിരുന്നതല്ലേ? ഈ തടിയന്റെ വിട നസീറുമായിട്ട് ഉള്ള അബ്ദുൽ നാസർ മദനിയുടെ ബന്ധങ്ങൾ ഈ 2008-ലെ സീരിയൽ ബ്ലാസ്റ്റിന് മുൻപും ശേഷവും അല്ല. ശരി, ഞാൻ വസീഫിനോട് മറുപടി പറയുമ്പോൾ നവാസിന് എന്തിനാണ് ഇത്ര പൊള്ളുന്നത്? നിങ്ങൾക്ക് എന്താ മദനിയോട് നിങ്ങൾക്കും താല്പര്യമുണ്ട്, നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വസീഫിനോട് മറുപടി പറയുമ്പോൾ പൊള്ളുന്നത് അപ്പുറത്തെ നവാസിനാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഈ സീരിയൽ ബ്ലാസ്റ്റ് കേസുകൾക്ക് ശേഷവും അതിനു മുമ്പ് അല്ലല്ല, താങ്കളുടെ അവസരത്തിൽ പറയുന്നത്, താങ്കൾ ഇത്രയും നേരം ഇരുന്ന് ഇവരെ മുഴുവൻ വൈറ്റ് വാഷ് അടിച്ചപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. എന്റെ അവസരത്തിൽ ഞാൻ പറയുന്നതല്ലേ ഉള്ളൂ. ഞാൻ കേസുകളുടെ അടിസ്ഥാനത്തിലല്ലേ പറയുന്നത്. കോടതിയിൽ അന്വേഷണ ഏജൻസികൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ തടിയന്റെ വിട നസീർ എന്ന് പറയുന്നത് ലഷ്കർ ഇ തോബയുടെ സൗത്ത് ഇന്ത്യയുടെ കമാൻഡർ ആയിട്ടുള്ള തടിയന്റെ വിട നസീറിനെ ഈ ബ്ലാസ്റ്റുകൾക്ക് മുൻപും അതിനുശേഷവും മദനിയുടെ ഭാര്യയായിട്ടുള്ള സൂഫിയ മദനിയുടെ ഫോൺ നമ്പറിൽ നിന്ന് അബ്ദുൽ നാസർ മദനി കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ എവിഡൻസ് വളരെ കൃത്യമായിട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയല്ലേ നവാസെ? അങ്ങനെ ഒരു അബ്ദുൽ നാസർ മദനിയെ നിങ്ങൾ എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ കയറിയിട്ട് വെള്ളരിപ്രാവായിട്ട് മാടപ്രാവും ഒക്കെ ആയിട്ട് ചിത്രീകരിച്ച് കേരളത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? ലോജിക്കലായിട്ടുള്ള ഒരു ചോദ്യമല്ലേ? ഇവിടെ കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ വളരെ രസകരമായ വിഷയങ്ങളാണ് സ്മൃതി. അല്ലല്ല, കേരളം ചർച്ച ചെയ്യുന്ന വിഷയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് സ്മൃതി. കേരളം ചർച്ച ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപിനെതിരായിട്ട് MA ബേബി ഇവിടെ ഇരുന്ന് ഷോക്കോസ് നോട്ടീസ് കൊടുക്കുക, അപ്പുറത്തുള്ള ഏതെങ്കിലും കുണ്ടറ പഞ്ചായത്ത് അമേരിക്കയുടെ ഫാസിസത്തിനെതിരായിട്ട് പ്രമേയം പാസാക്കുക, പോയിട്ട് പ്രത്യേകിച്ച് നിലപാട് അല്ല. സ്വന്തം ജനതയെ അവിടെ മോഷ്ടിക്കാൻ പോയി കഴിഞ്ഞാൽ ആ വിഷയത്തിൽ നമുക്ക് ചർച്ച നടത്താം. സ്മൃതി വിളിക്കൂ, ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ വിഷയത്തിൽ ചർച്ച നടത്താം. ഒരു രാജ്യത്തേക്ക് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഒരു രാജ്യത്തേക്ക് കടന്നു പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ സംവിധാനങ്ങളും അനുസരിച്ച് പോകാണ്ട് വേലി ചാടി പോയി കഴിഞ്ഞാൽ അവർ പിടിച്ച് കെട്ടിയിടും. അങ്ങനെ പോകുന്ന ആൾക്കാർ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒക്കെ സുഹൃത്തുക്കളായതുകൊണ്ടാണ് നിങ്ങൾക്ക് വേദനിക്കുന്നത്. മര്യാദയ്ക്ക് ആ രാജ്യം അനുവദിച്ചിരിക്കുന്ന നിയമപരമായ രീതിയിൽ ആ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. അവരാരും പിടിച്ച് കെട്ടിയിടുന്നില്ല. അവരാരെങ്കിലും പിടിച്ച് കെട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം. അതിനകത്തൊന്നും വേറെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല. ഇവിടെ വിഷയം അതല്ലല്ലോ. ഇവിടെ സ്മൃതി പറഞ്ഞതിന്റെ മറുപടിയായിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. കേരളം അത്തരത്തിലുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പിന്നെ ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ 4-5 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞാണ്. വെള്ളാപ്പള്ളി പറഞ്ഞത് എന്താണ്? ഇവിടെ ഈഴവരുടേതായ രാജ്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, അല്ല ഹിന്ദുക്കളുടെ രാജ്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മലപ്പുറം ജില്ലയില് ഈഴവ സമുദായത്തിന് അല്ലെങ്കിൽ SNDPക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവേചനത്തിനെ കുറിച്ച് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത് വോട്ടാകും. അതിനകത്ത് എന്താണ് എത്ര സംശയം ഇരിക്കുന്നത്? ആ വിഷയം ജനുവിനല്ലേ? കേരളം ഭരിക്കുന്ന സർക്കാരിന് പോലും അതിനകത്ത് കൃത്യമായിട്ട് എതിരഭിപ്രായമില്ലല്ലോ. പിന്നെ വെള്ളാപ്പള്ളി പറഞ്ഞ പരാതിയിൽ CPM-നും ഒന്നും പറയാനില്ല എന്ന്, അല്ലെ? CPM-നും ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞത് കേട്ടല്ലോ യുവരാജ് ഗോകുൽ. അത് കേട്ടല്ലോ വസീഫ്, അതിലൊന്നും പറയാനില്ല അല്ലേ? സ്മൃതി 2010 30 സെക്കൻഡ് ബിജെപിയും ജമാഅത്തെ ഇസ്ലാമിയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാ. ഒരു നാണയത്തിന് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇവര് കാശ്മീരിൽ നാണയം തിരിച്ചിടണ്ട. ഞങ്ങളുടെ നേതാവിനെ
ലീഗ് PDP യുടെ കൂടെ കൂടിയാലോ അല്ലെങ്കിൽ PDP എടുത്ത് പൊക്കി പിടിച്ചാലോ CPM പൊക്കി പിടിച്ചാലോ ഇവിടുത്തെ ജനങ്ങൾക്കൊന്നുമില്ല. PDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ, PDPക്ക് എത്ര വോട്ടുണ്ട്, PDPക്ക് എത്ര പ്രവർത്തകരുണ്ട്, PDP എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ, പൂന്ത്ര സിറാജിന്റെ മരണത്തിന് ശേഷം PDPയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ, ഇനി അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ രഹസ്യമായിട്ട് അവർ വേറെ വല്ല പരിപാടിയും ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം ബസ് കത്തിക്കലും അങ്ങനെയുള്ള തോന്നിയാസങ്ങളും ഒക്കെയാണ് ഇവരുടെ പരിപാടി. അബ്ദുൽ നാസർ മദനി PDPയുമായി ബന്ധപ്പെടുന്നുണ്ടോ, PDPയുടെ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെടുന്നുണ്ടോ, ഇതൊന്നും നമുക്കറിയാവുന്ന കാര്യമല്ല. പിന്നെ 10 വോട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, മുസ്ലിം വോട്ട് എവിടുന്നെങ്കിലും നിലമ്പൂരിൽ PDP പ്രവർത്തകരുണ്ടെങ്കിൽ അവരുടെ വോട്ട് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഗോവിന്ദം കളിച്ച സർക്കസാണ്. അതിന് വസീഫ് അംഗീകാരം കൊടുക്കുന്നത് പാർട്ടിയുടെ നിലപാടാണ് എന്ന് പറയാം. പക്ഷേ VK നവാസ്, UDFന്റെ ഭാഗമായി നിൽക്കുന്ന VK നവാസ് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്, ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നത് എന്ന ചോദ്യം കൃത്യമായി തന്നെ ചോദിച്ചുകൊണ്ടാണ് യുവരാജ് ഗോകുൽ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. നമ്മളും അത് തന്നെ ചോദിക്കുന്നു, പൊതുസമൂഹവും അത് തന്നെ ചോദിക്കുന്നു. CPMന്റെ നിലപാട് അംഗീകരിക്കേണ്ട ബാധ്യത വസീഫ് എന്ന DYFI നേതാവിനുണ്ട്. പക്ഷേ UDFന്റേതല്ലാത്ത ഒരു നിലപാട്, ലീഗിന്റെ നിലപാട് അല്ലാത്ത രീതിയിൽ PDPയെ പിന്തുണച്ചുകൊണ്ട് വിശദീകരിക്കേണ്ട ബാധ്യത VK നവാസിന് ഉണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചു പോവുകയാണ് ഈ ചർച്ചയൊക്കെ കാണുന്നത്.